പറയൂ. കുറേ നാളോട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടിയൊരു ദിവസമാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ 10ൽ പഠിച്ച ഫ്രണ്ട്സാണ്. 10ൽ അതിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പഠിച്ചത്. പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ വേറൊന്നുമല്ല, ഞങ്ങളെ കൂടെ പഠിച്ച ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുണ്ടായിരുന്ന ഒരു ആൾ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞങ്ങൾ അത് കാണാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയും, അപ്പോൾ ഒരുമിച്ച് കൂടും. അപ്പോൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതേ കണക്ക് ഞങ്ങൾ മെസ്സേജ് ഇടും ഒരുമിച്ച് കൂടുന്ന ദിവസം. അന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ 12 മണിയായപ്പോൾ അവിടെ എത്തിയായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്ന് അപ്പോൾ ഞങ്ങളെടുത്ത് ഫുഡ് കഴിക്കുകയാണ്. മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ കഴിക്കുന്ന ഒരേ ഒരു ഫുഡ് തന്നെ മന്തിയായിരിക്കും. അപ്പോൾ നമ്മളത് വിട്ട് വേറെ കളിയൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെ. മന്തിയാണ് ഓർഡർ ചെയ്ത് വരുത്തിയത്. ഇനി എത്ര എന്തൊക്കെയെന്ന് പറഞ്ഞാലും ശരി തന്നെ, വീട്ടിൽ ഇരുന്നാൽ ഇവിടെ ഫാമിലി ഫങ്ഷനും ആയാലും ഈ ഒരു ഫീൽ എവിടെയും കിട്ടത്തില്ല. ഇവരൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ചിരുന്ന് ആ 10ൽ പഠിച്ച മൊമെൻറ്റ്സൊക്കെ തിരിച്ചു വരും ഇവരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ എന്തോ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ ഒരു സമയങ്ങളിൽ നമ്മൾ. അപ്പം ഇതിൽ 2-3 പേർക്ക് പിള്ളേരുണ്ട്. അവരൊക്കെ ആയിട്ടാണ് അവർ വന്നത്. പിന്നെ ഞാൻ എൻ്റെ നാത്തൂനുമായിട്ടാണ് പോയത്. പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അന്ന് 10ൽ പഠിക്കുന്ന സമയങ്ങൾ ഒട്ടും പ്രതീക്ഷയല്ല ഈ മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമെന്നും അങ്ങനെയൊന്നും നമ്മളൊട്ടും പ്രതീക്ഷ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് ജീവിതത്തിൽ. ഇപ്പോഴും കാണുമ്പം ഭയങ്കര സന്തോഷമാണ് ഇവരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും. മന്തി ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ 7 പറയാൻ പറഞ്ഞത്, അങ്ങനെ എന്താ വിചാരിച്ച് എന്തായാലും കഴിച്ചില്ല നമുക്ക് അങ്ങോട്ട് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് കുറച്ച് പേര് നമ്മൾ കടയിലോട്ട് പോവുകയാണ് 7 മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഏതോ വഴി ഫാത്തിമ നമ്മളെ കൊണ്ടുപോവുക, അവിടെ കടയിട്ട് ഇവിടെ കടയിട്ടെന്ന് പറഞ്ഞ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കടയിലെത്തി. നമുക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ ശരി തന്നെ, ഇവരെയൊക്കെ കാണുമ്പോൾ അതൊക്കെ മറന്ന് നമ്മൾ അവരെയും കെട്ടി കുഞ്ഞാവും. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് അവിടെ നിന്ന് മുട്ടായൊക്കെ വെച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ച് തിരിച്ച് പോവുകയാണ് അങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ച് പോകണം. കുറച്ച് ഇങ്ങോട്ട് നമ്മൾ നടന്നങ്ങ് വന്നായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനത്തൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ കുട്ടീനെ കണ്ടിട്ട് അത് ഗേളാണോ അത് ബോയ് ആണോ ആ വയറ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഒരു ഗിഫ്റ്റ് നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന മുട്ടായി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണത്. ഇത് 10ാം ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും ഫേവറേറ്റ് സാധനമായിരുന്നു. അതവിടെ കിട്ടിയത് എന്തോ ഭാഗ്യം. പിന്നെ നമ്മളെ പിള്ളേർക്കും ഒക്കെ കൊടുത്ത്. പിന്നെ എന്തുവാണ്, ഞങ്ങളിതാ ഒരുമിക്കുന്ന ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഞങ്ങൾക്ക് കൂട്ടത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ അതിനൊരു മാറ്റമൊന്നുമില്ല. എന്താണെന്നൊന്നുമില്ല, എന്നാലും പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവളെ കൊണ്ട് ഉടുപ്പിടിപ്പിച്ചൊരു പുതിയ ഉടുപ്പ് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ടൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും തിരിച്ച് കിട്ടാത്ത മെമ്മറീസ് അല്ലേ, അതുകൊണ്ട് പിന്നെ അതിൽ എടുത്ത് വെച്ച് പിന്നെ ആൾക്ക് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വയറിലൊക്കെ തൊട്ട് നോക്കി അനക്കമൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കല്യാണ വിളിയൊക്കെ ഉണ്ടായിരുന്നു, പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ കൂടാൻ പോണത് ഇതിനായിരിക്കും. അപ്പോൾ അവിടെ അടുത്തൊരു വിശേഷം. അടുത്ത നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചതിന് ശേഷം കുട്ടി എന്നെ നമുക്ക് ചായ ഇട്ടുകൊണ്ട് തരുവാണ്. അങ്ങനെ കുറച്ച് പേര് ചായ കുടിച്ച് കുറച്ച് കുഞ്ഞാവട. ഇതാണ് നമ്മൾ കുഞ്ഞാവട കിടക്കുന്നത് കണ്ടോ, ഇവിടെ ഭയങ്കര ചവിട്ടിൽ കിടക്കുക. എന്നെ ഒന്ന് പുറത്തിറക്കാവോ എന്നും പറഞ്ഞ്. ഇനി ഞങ്ങൾ അടുത്ത പ്ലാൻ ഇത്രയും നേരം സംസാരിച്ചില്ല, ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളവിടെ വന്നിട്ട് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ നമുക്ക് ആദ്യം ഓർമ്മ വന്നതെന്ന് പറയുമ്പോൾ ഒപ്പന കളിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അറിയാവുന്ന നമുക്ക് ഓർമ്മയിലുള്ള സ്റ്റെപ്പുകൾ കുറച്ച് നേരം ഇട്ട് പിന്നെ ഒപ്പനയൊക്കെ കണ്ട് നമ്മളത് പാലിക്കും ഇവിടെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്നുള്ളൊരു ചോദ്യം വരും, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇനി എന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണുമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഓരോരുത്തരും അങ്ങനെ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്.